അനാഥയാണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ അച്ചാച്ചന് കൊടുക്കാൻ പറ്റുന്ന നമ്മളെ പൊന്നുപോലെ നോക്കുന്നേ. അപ്പൊ നമുക്ക് തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല എന്റെ കയ്യില്. ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഇത്രയും പേരുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തിനാ, നമ്മൾ അനാഥരല്ല ഒരിക്കലും. എനിക്ക് എന്റെ അച്ചാച്ചന് കൊടുക്കാൻ പറ്റുന്ന നമ്മളെ പൊന്നുപോലെ നോക്കുന്നേ. അപ്പൊ നമുക്ക് തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല എന്റെ കയ്യില്. പക്ഷെ ഒന്നുണ്ട്, പഠിക്കുക, പഠിച്ച് നല്ല വിജയം കൈവരിക്കുക. അപ്പൊ അച്ചാച്ചനും അമ്മച്ചിക്കും ഗാന്ധിഭവനിലെ എല്ലാവർക്കും സന്തോഷമാവും. അതാണ് തിരിച്ചു കൊടുക്കുക. അവർക്ക് ഏറ്റവും വലിയ അവർ പ്രതീക്ഷിക്കുന്നത് നമ്മളിൽ നിന്ന് വലുതായിട്ടൊന്നുമല്ല. നമ്മൾ പഠിക്കുക, നമ്മൾ നല്ല നിലയ്ക്കാവുക. ഒരു മകൾ വലുതായി സന്തോഷത്തോടെ നല്ലൊരു നിലയ്ക്ക് എത്തുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അത് മാത്രമാണ് എനിക്ക് കൊടുക്കാനുള്ളത്. സങ്കീർത്തനം എന്താ നമ്മൾ അങ്ങനെ ഒരു പ്രസംഗിക്കാനുള്ള കാരണം? എനിക്ക് എന്തോ മനസ്സിൽ തോന്നി, ഞാന് അങ്ങനെ പറഞ്ഞതാ. എന്തോ നമ്മുടെ ഇത്രയും നാള് നമ്മൾ നോക്കുന്ന അച്ചാച്ചനോട് ഏത് നിലയ്ക്ക് എത്തിയാലും നമുക്ക് തിരിച്ച് എന്താക്കിയായാലും കടപ്പാടുണ്ടാവണമല്ലോ. അപ്പൊ ഏത് വേദിയിൽ നിന്നാലും നമ്മളെ നോക്കുന്ന അച്ചാച്ചനെ ഒരിക്കലും മറക്കില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ അച്ചാച്ചനോടുള്ള ആഗ്രഹം നിറവേറ്റാനുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു. വിഷമം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. സന്തോഷത്തോടെ ഉണ്ടായ കരഞ്ഞതാ. എന്തോ ഉള്ളിലൊന്നും ഇതാക്കിയില്ല, പ്രൊഫഷണൽ ഒന്നും ചെയ്തില്ല. എൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പറയാന്ന് വിചാരിച്ചാ പോയെ. പക്ഷെ എന്തൊക്കെയോ ആ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിൽ വന്നതെല്ലാം ഞാൻ പറഞ്ഞു. എത്ര നാളായി ഗാന്ധിഭവന് വന്നിട്ട് ഇപ്പൊ 4 വർഷമായി. അപ്പോ ഇവിടെ വരേണ്ട സാഹചര്യം അത് എൻ്റെ അമ്മ മരിച്ചുപോയി. അച്ഛൻ ഇവിടെ ഉണ്ട്. അപ്പോ ആ സാഹചര്യം ഇപ്പൊ വീട്ടില് നോക്കാനൊന്നും ആരുമില്ല. പഠിക്കണം എനിക്ക്. അതിനു വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് ആക്കിയതാ പഠിക്കാൻ. അല്ല CWC വഴി ആക്കിയതാ. ഗാന്ധിഭവന് വന്നതിന് ശേഷം ഒരു പുതിയ ലോകമായിരുന്നു. എനിക്കറിയത്തില്ല ഇത്രയും നല്ലതായിട്ട് കെയർ ചെയ്യുന്ന, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ പൊന്നുപോലെ ഒരു വീട്ടിൽ പോലും കിട്ടത്തില്ല ഇത്രയും ഭാഗ്യം. എനിക്ക് ഞാൻ തികച്ചും ഭാഗ്യവതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആർക്കും കിട്ടില്ല. വീട്ടിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെന്ന് കാട്ടി എത്രയോ ഭാഗ്യവതികളാണ് ഞങ്ങളിവിടെ. ഭക്ഷണത്തിനായാലും വസ്ത്രത്തിനായാലും എല്ലാത്തിനും, ആ വിദ്യാഭ്യാസത്തിനായാലും എല്ലാത്തിനും ബാക്ക് സപ്പോർട്ടും ഉണ്ട്. കൂടെ അച്ചാച്ചൻ കൂടെ നിൽക്കും. മക്കളൊന്നും പേടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഇത്രയും പേരുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തിനാ, നമ്മൾ അനാഥരല്ല ഒരിക്കലും. എനിക്ക് എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയും ഈ കുടുംബമാണ് എൻ്റെ കുടുംബം. അപ്പോൾ വളരെ വളരെ കടപ്പാടും സന്തോഷവും ഒക്കെ ഉണ്ട് എനിക്ക്. രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ്. ഇല്ല ഒരിക്കലും ഇല്ല. അത്രയ്ക്കും പൊന്നുപോലെയാ നോക്കുന്നേ. വളരെ ഇല്ല, ഒരിക്കലും ഇല്ല. ഇന്നേ വരെ ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഇന്നേ വരെ എനിക്ക് അനാഥത്വം ഫീൽ ചെയ്തിട്ടില്ല. കാരണം തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ തോന്നാനിട വന്നിട്ടില്ല. അനാഥയാണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. കാരണം അതിനുള്ള ഇട വരുത്തിയിട്ടില്ലെന്ന് തന്നെ പറയാം. എനിക്ക് അച്ചാച്ചൻ അത്രയ്ക്കാ കെയർ ചെയ്യുന്നത്. അച്ചാച്ചനായാലും അമ്മച്ചി ആയാലും ഇവിടെയുള്ള ഗാന്ധിഭവനിലെ എല്ലാ ഭാരവാഹികളും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ആകണം, നമ്മൾ പഠിക്കണം. നമ്മളെ വീട്ടിൽ പോലും ഇങ്ങനെ ഇത്രയും കെയർ ചെയ്യത്തില്ല. നമ്മുടെ മുഖം ഒന്ന് മാടിയിരുന്നാൽ ചോദിക്കും എന്ത് പറ്റി മോളെ, എന്ത് പറ്റി വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും 100 ആൾക്കാരാ ഇവിടെ. അപ്പോൾ അതിനൊക്കെ നമ്മൾ വീട്ടിലായാലും അങ്ങനെ കുറച്ച് പേരൊക്കെ അല്ലേ കാണത്തുള്ളൂ. പക്ഷെ വീട്ടിൽ കിട്ടുന്നതും കാട്ടി എത്രയോ സൗഭാഗ്യവും സന്തോഷവും സമാധാനവും ഒക്കെ എല്ലാം ആണ് ഇവിടെ. ദൈവത്തിനോട് ഞാൻ എപ്പോഴും നന്ദി പറയും ഇവിടെ എത്തിച്ചതിന്. ദൈവമായിട്ടായിരിക്കും എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം കണ്ട് ദൈവമായിട്ട് എനിക്ക് നല്ലൊരു ഇടം തേടി തന്നു. ഇവിടെ വന്നത് ഒറ്റയ്ക്കല്ലേ? അല്ല, CWC ഇങ്ങോട്ട് ആക്കുമായിരുന്നു. അച്ഛനെ ഇവിടെ ഞാനാ ഫസ്റ്റ് ഇവിടെ വന്നേ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞിട്ട്
അച്ഛൻ മറ്റേ തിരുവനന്തപുരത്ത് നിന്ന് ആരോരും ഇല്ലാത്തവരെ ഏറ്റെടുത്തിരുന്നില്ലല്ലോ. അമ്മ മരിച്ച ശേഷമാണോ മോൾ ഇങ്ങോട്ട് വരുന്നത്? അമ്മ മരിച്ച് ഒരു വർഷം ആയതിനു ശേഷം വന്നത്. അമ്മ അതിനുശേഷം ആരുടെ കൂടായിരുന്നു അമ്മ മരിച്ച ശേഷം? ഇല്ല, അതിനുശേഷം ഞാൻ CWCയിൽ അറിയിച്ച് വേറെ ഹോമിലായിരുന്നു. അല്ലേ? അപ്പൊ അച്ഛൻ എവിടെയായിരുന്നു? അപ്പൊ അച്ഛൻ എന്റെ അറിവിൽ അച്ഛന് മാനസികമായിട്ട് അസുഖമുള്ളതുകൊണ്ട് എന്റെ അറിവിൽ അമ്മ മരിച്ചതിന് ശേഷം അച്ഛനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങ് ഹോമിൽ വന്നല്ലോ, അതിനുശേഷം ഇവിടെ എന്റെ അച്ഛൻ. അച്ഛനെ കണ്ടുമുട്ടുന്നത് ഗാന്ധി. ഞാന് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി, കാരണം അച്ഛനെ അന്ന് കണ്ടതല്ലേ. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും അച്ഛൻ എന്നെ വന്ന് വിളിച്ചു. അപ്പോഴാ ഞാൻ ഓർക്കാം, ഇത് എന്റെ അച്ഛനല്ലേ ഇത് എന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ഇതായിപ്പോയി. ഇല്ല, ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോഴും എനിക്ക് സന്തോഷമായി, അച്ഛനുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അച്ഛനെ നോക്കണം, പഠിച്ച് ജോലി മേടിച്ചിട്ട് അച്ഛനെ നോക്കണം, എന്റെ അച്ചാച്ചന്റെ ആഗ്രഹം നിറവേറ്റണം. അതൊക്കെയാ ആഗ്രഹം. രണ്ടച്ഛന്മാരായി.